പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജു കൊട്ടില ഫ്രം കൊട്ടിലാസ് വ്ലോഗ്. അങ്ങനെ പുതിയൊരു പുതുവർഷം കൂടി നമുക്ക് പിറന്നിരിക്കുകയാണ്. 2021 സ്നേഹപൂർണ്ണമായ സ്വാഗതം. എല്ലാവർക്കും കൊട്ടിലാസ് വ്ലോഗിൻ്റെ ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും നമ്മൾ ഒരു പുതിയ വർഷത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലാത്ത ഒരു സുന്ദരമായ വർഷമായിട്ട് ഈ വർഷമൊന്ന് എല്ലാവർക്കും ആശംസിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ പ്രതീക്ഷയും കൂടിയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. 2021 വരവേൽക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയ സ്ഥലം എന്ന് പറയുന്നത് മറ്റെവിടെയല്ല, ഉമ്മൽ കോയിനിലെ മാൻഗ്രോ ബീച്ചിലാണ്. ആ മാൻഗ്രോ ബീച്ച് നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും. മാൻഗ്രോ കണ്ടലിൻ്റെ ഒരുപാട് വിശാലമായിട്ടുള്ള കണ്ടലിൻ്റെ ആ ഒരു കിടപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അതൊന്നല്ല കാഴ്ച വെച്ചാൽ നമ്മൾ നിന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു ചെറിയ കുന്നിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. രാവിലത്തെ ആ ഒരു കാഴ്ച 2021 സൂര്യനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് കാണാം ഇവിടെ. അപ്പോൾ എന്തായാലും ഗുഡ് മോർണിംഗ് റാസൽക്കാൻ വന്ന സെഗ്മെൻറ്റ് അവസാനിച്ച ശേഷം വീണ്ടും ഒരു പുലരി കൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് പല സർപ്രൈസുകളുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് സർപ്രൈസുകൾ ഇന്നത്തെ വീഡിയോയിൽ, ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പ്രഗത്ഭനായിട്ടുള്ള കലാകാരൻ കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. ആ കലാകാരൻ്റെ പ്രകടനങ്ങളും കൂടി നിങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം മാൻഗ്രോ ബീച്ചിൻ്റെ ഒരു അടിപൊളി വ്യൂ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് കണ്ടിട്ട് വരും. അപ്പോൾ പോകല്ലേ, ലെറ്റ്സ് ഗോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് മാൻഗ്രോ ബീച്ചിലാണ്. മാൻഗ്രോ ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളി സംഭവമാണ്. ഇവിടെ ദൂരെ കുറേ കൊക്കുകളും അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പിലുള്ള പക്ഷികൾ, കടൽക്കാക്കകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അത്രയും ഗംഭീരമായിട്ടുള്ള വ്യൂ ആണ്. നമുക്ക് നേരെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ചെറിയ തുരുത്തുണ്ട്. അപ്പോൾ ആ തുരുത്തിലേക്കുള്ള ആക്സസ് ഒക്കെ ഉണ്ട്, നടന്ന് പോവുകയൊക്കെ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ. അപ്പം അത്രയും നല്ലൊരു വ്യൂ ആണ്. ശാന്തമായിട്ടുള്ള ഒരു തടാകം പോലെയാണ്. നമുക്ക് കയാക്ക് ചെയ്യാം, കയാക്കൊക്കെ എടുത്തിട്ട് പോകാൻ ഭയങ്കര രസമായിരിക്കും. ചന്ദ്രൻ നേരെ മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ചന്ദ്രൻ ഇപ്പോൾ കാണാം, പകുതിക്ക് എത്തിയതേ ഉള്ളൂ, അപ്പോഴേക്കും സൂര്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ
ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുറേ സർപ്രൈസുകളുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നൊരു സർപ്രൈസ് എന്ന് പറയുന്നത് നമുക്കൊരു അടിപൊളി കലാകാരനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ആ കലാകാരൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം രതീഷ് ചേട്ടനാണ്. രതീഷ് മുയ്യം എന്ന് പറഞ്ഞ ചിത്രകാരനാണ്. ചിത്രകാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം കുവൈത്തിൽ ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നാട്ടിലും ഗംഭീരമായിട്ടുള്ള വർക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 1-2 പിക്ചറുകൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ കാലിബർ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ കഴിവെന്താണെന്നും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം രതീഷ് ചേട്ടൻ. ഓക്കെ, അപ്പോൾ രതീഷ് ചേട്ടൻ കുവൈത്തിലേക്ക് പോകുന്ന വഴി UAE ഇറങ്ങിയതാണ്. അപ്പോൾ അധികം നാളെ മറ്റന്നാൾ തിരിച്ചു പോകും അല്ലേ? അതെ. അപ്പം മറ്റന്നാൾ തിരിച്ചു പോകും. അതിനിടയിൽ നമ്മൾ ചാക്കിട്ട് പിടിച്ചതാണ്. അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടുന്നൊരു മുതലല്ല. അപ്പോൾ എന്തായാലും അതോടൊപ്പം തന്നെ നമുക്കൊരു മികച്ച പ്രൊഡ്യൂസറുണ്ട്, ഉണ്ണി പുത്തലത്ത്. അപ്പോൾ ഉണ്ണി പുത്തലത്ത് എന്ന് പറയുന്നത് UAE കലാസാംസ്കാരിക രംഗത്തൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ്. അല്ല, ഒരു നല്ല നടനും കൂടിയാണ് ഉണ്ണി. ഇപ്പോൾ ലാൽ ജോസിൻ്റെ സിനിമയിലൊക്കെ ചെറിയ ഒരു 1-2 വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മാത്രമല്ല ഇവിടുത്തെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളൊക്കെ ഉണ്ണി ചെയ്തിട്ടുണ്ട്. അതിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ട് ഫിലിം അല്ലേ? അതിൻ്റെ പേരെന്താ? നീതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റർ റിലീസിങ് ആരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? വിനയ് ഫോർട്ട് അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ആയിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രൊഡ്യൂസർ കൂടിയാണ് ഉണ്ണി. അപ്പോൾ ഇനി 2 പേരുണ്ട്. അവർ നമ്മുടെ ടെൻറ്റിൽ കിടന്നുറങ്ങുകയാണ്. നമ്മൾ അവരെ വഴിയെ പരിചയപ്പെടാം. എന്തായാലും നമുക്കിപ്പോൾ ഈ ബീച്ചിലാണുള്ളത്. ഈ ബീച്ചിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളും കൂടി കണ്ട് ഉണ്ണീൻ്റെ കുറച്ച് കിടിലൻ ഡ്രൈവിങ് സംഭവം കൂടി നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ പോവാം. വലിച്ചാൽ വരില്ല. പൂഴി താത്തച്ച ഇല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കില്ല. പടക്കല്ല, ആ ഒരു ഹൈറ്റ് ഉയരം കൂടും സൈഡ്. മാറ്റാം. വാട്ടർ കളർ കാരണം ഈ കാറ് പൊക്കേണ്ടി വരും. ആ വെള്ളം മറിയും. ഒരു ഓപ്പൺ ആയിട്ട് നടക്കൂലേ? മതി. അപ്പോൾ എന്തായാലും നമ്മൾ രതീഷ് ചേട്ടനെ കൊണ്ടൊരു ചിത്രം വരപ്പിക്കുകയാണ്. ഈ ഒരു മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇതിൻ്റെ എന്താ പറയുക, ഒരു ചെറിയ ചിത്രം നമ്മൾ വരയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ സാഹചര്യങ്ങളും സൗകര്യങ്ങളെല്ലാം പരിമിതമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലേ ചേട്ടാ? അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം അടിപൊളിയായിട്ട്. കാരണം ചിത്രത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു തെല്ലും സംശയമില്ല. കാരണം രതീഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ചിത്രം നമ്മൾ പിന്നെ ഒരുപക്ഷെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും.
മറ്റേ കുറേ കുട്ടികൃഷ്ണന്മാരല്ലേ, വൃന്ദാവൻ അല്ലേ, വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ അടിപൊളി ചിത്രമാണ്. അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. രതീഷേട്ടൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഫേസ്ബുക്ക് ലിങ്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് കാണാൻ വേണ്ടി പറ്റും. രതീഷേട്ടൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അല്ലേ, ആ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് അക്രലിക്കിൻ്റെ മറ്റേ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ചിത്രകാരനാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും വളരെ ഹാപ്പിയാണ്. 2021 ഈ ചിത്രം പോലെ തന്നെ മനോഹരമായിരിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് ചിത്രത്തിൻ്റെ കുറേ കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കുന്നത് കാണാം. അപ്പോൾ നമ്മളിന്ന് ബാക്കി 2-3 പേരും കൂടി ഉണ്ട്. നമുക്ക് വാ, രമേശ് ചേട്ടാ വാ. മനോജ് ടെൻറ്റിൽ ഉറങ്ങുന്നതാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് മിസ്റ്റർ അനീഷ് പാലങ്ങാടൻ. ലൈറ്റിലോട്ടേക്ക് നമുക്ക് വാ. അനീഷ് പാലങ്ങാടൻ നമുക്ക് കാണുമ്പോൾ കന്തൂറൊക്കെ ഇട്ട് നല്ല അറബിയുടെ ഒരു ലുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ താടിയില്ലോണ്ട് അറബിയാന്ന് പറയില്ല. താടി നമ്മളെ നാട്ടുകാരൻ്റെ താടിയാണ്, കണ്ണൂരുകാരൻ്റെ താടിയാണ്. അതുകൊണ്ട് അനീഷ് പാലങ്ങാടൻ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടാണ് എൻ്റെ. അപ്പോൾ അനീഷിനെ കുറിച്ച് പറയുമ്പോൾ അനീഷിൻ്റെ ഇപ്പോൾ ഇറങ്ങിയൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, നീതി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. ആ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ നാളത്തെ ഒരു മലയാളത്തിലെ സിനിമയിലെ ഒരു മികച്ച നടനെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോവാണ്. അത് ഞാനിപ്പോൾ പറയുന്നു, ഈ ഒരു വാക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഒരുപക്ഷെ നാളെ മലയാള സിനിമയിൽ ഒരു സ്വഭാവ നടൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന ഒരു നടനായി അനീഷ് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആ ഷോർട്ട് ഫിലിം നിങ്ങൾ എല്ലാവരും കാണാൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെ മികച്ച പ്രകടനമാണ്, അതിൻ്റെ സെൻട്രൽ ക്യാരക്ടറാണ് അനീഷ് ചെയ്തിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ദേവാസുരത്തിലെ നെപ്പോളിയൻ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അഹങ്കരിക്കണ്ട. അപ്പോൾ അല്ല, സത്യം വെച്ചാൽ അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു, ഭയങ്കര മിതത്വമുള്ള പെർഫോമൻസ് ആയിരുന്നു. അത് എന്തുകൊണ്ട് ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഒരു രാത്രിക്കാണ് എനിക്ക് ആ ഇത് അയച്ചു തന്നില്ല. അപ്പോൾ ആ രാത്രിക്ക് തന്നെ ഞാനത് കണ്ട് അപ്പോൾ തന്നെ ഞാൻ അവനോട് എൻ്റെ കമൻറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. സത്യമല്ലേ? ആ, അപ്പോൾ അത് എല്ലാവരും നിങ്ങൾ പോയി കാണാം, ആ ഷോർട്ട് ഫിലിം കാണാം. അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിട്ടോ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലിട്ടാൽ മതി, ഞാൻ അനീഷിന് അയച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലിട്ടാലും മതി അല്ലേ? അപ്പോൾ അനീഷിന് പറയാനുള്ളത് പറ, നീതിനെ കുറിച്ച് പറ. നീതി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ദുബായിൽ കുറച്ചൊരു 10-15 മലയാളീസ് ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതൊരു നടന്നുപോയൊരു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോട്ടിൽ നിന്നുണ്ടായ ഒരു ചെറിയൊരു സംഭവമാണ്. അത് പ്രമേയപരമായ വലിയ പുതുമകളൊന്നും എനിക്ക് അതിൽ തോന്നിയില്ലെങ്കിലും പക്ഷേങ്കിൽ ഒരു പ്രവാസി എന്നുള്ള നിലയിലുള്ള അവരുടെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം പറയാം നമുക്ക്. അതിൽ അത്രയും ക്യാരക്ടറുകളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ പെർഫോമൻസൊക്കെ അടിപൊളി പെർഫോമൻസാണ്. അപ്പോൾ നിങ്ങളതൊന്ന് പോയി കാണാം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വിഷ്വലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സിനിമ. അതാണ് ഒരു വലിയൊരു സിനിമ, ഒരു ചെറിയ ക്യാൻവാസിൽ എങ്ങനെ, അതെ, അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പോയി കാണാം. അപ്പോൾ അനീഷ് ഉണ്ട്, അതുപോലെ തന്നെ വാ രമേശ് ചേട്ടാ, വാ രമേശ് ചേട്ടൻ ഉണ്ട്, വാ മനോജ് വാ. സംസാരിക്കണ്ടപ്പാ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് രമേശ് ചേട്ടൻ ഒരു നല്ല അത്യാവശ്യം നല്ല മികച്ച ഗായകനായിരുന്നു. ഇന്നലെ നമ്മൾ ഇവിടെയൊക്കെ തകർത്ത്, കൊട്ടും പാട്ടൊക്കെ തകർത്ത്. രാത്രി ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ലൈറ്റെല്ലാം ഓഫായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. ഇല്ലെങ്കിൽ ആ രാത്രിക്കത്തെ വീഡിയോ കൂടി നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് കാണിക്കാമായിരുന്നു. ഇത് മനോജ് കീഴാറ്റൂർ, നമ്മളെ സന്തോഷ് കീഴാറ്റൂർ എന്ന് പറഞ്ഞ മഹാനാടൻ്റെ നാട്ടുകാരനാണ്. അതിൻ്റെ യാതൊരു അഹങ്കാരവും ജാടിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ എൻ്റെ സീനിയറും കൂടിയാണ്. ഞങ്ങളൊന്നിച്ച് മാടായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ മനോജും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മൾ ഉള്ളത്. നമ്മളെ ക്യാമ്പിങ്ങിൽ ഇന്ന്
പുതുവർഷം നമ്മളിങ്ങനെ ആഘോഷിച്ച് അടിച്ച് പൊളിച്ച് ഉറക്ക ക്ഷീണത്തിൻ്റെ നല്ല തണുപ്പായിരുന്നു. ഇന്നലെ രാത്രി നല്ല കിടിലൻ തണുപ്പായിരുന്നു. ആ തണുപ്പ് കഴിഞ്ഞ് നമ്മൾ ഇന്ന് രാവിലെ എല്ലാവരും കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റത്. ഉറങ്ങുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ന്യൂ ഇയർ കഴിഞ്ഞുള്ള ഒരു ഉറക്കം എന്ന് പറഞ്ഞത് ചെറിയൊരു ഉറക്കമായിരിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയണേ. അപ്പോൾ കൊട്ടിലാസ് വ്ലോഗിൻ്റെ പേരും കൂടി ഒന്ന് പറഞ്ഞിട്ട് അത് ഹാപ്പി ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവർക്കും കൊട്ടിലാസ് വ്ലോഗിന്റെ ആശംസകൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടൺ, അതാണ് ബെൽ ബോട്ടം പാൻ്റൊക്കെ അമർത്തിക്കോളൂ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കുറേ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയി പറയാൻ തുടങ്ങിയിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. കൂടും, നമുക്ക് നോക്കാം, അത് നോക്കാം നമുക്ക്. എന്തായാലും അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് ആവലാതിയോ വേവലാതിയോ കാര്യങ്ങളില്ല. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ചെയ്യുക, അത് നിങ്ങളെ കാണുന്ന ആൾക്കാരെ കാണിക്കുക, അത്രേ ഉള്ളൂ. കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാന മാർഗ്ഗമായിട്ടല്ല, എൻ്റെ ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാടെന്ന് ഞാൻ ഈ ക്യാമറ എടുത്ത് തെളിയത് മാത്രമാണ്. അതല്ലാതെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് മുന്നിൽ കണ്ടുകൊണ്ടോ അല്ല ഇത് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പാഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരുപാട് സിനിമാ മോഹങ്ങളും ക്യാമറ മോഹങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഒരു പരിശീലനം കൂടിയാണ് ഈ സംഭവം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. പിന്നെ യാത്ര ചെയ്യുക, സ്ഥലങ്ങൾ കാണുക, ഓരോ ചിത്രങ്ങൾ വരയ്ക്കുക, അതൊക്കെ നമ്മുടെ ഒരു പാഷനാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇതൊരു വലിയ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി ആണെന്ന് കണ്ടുകൊണ്ട് മാത്രം ക്യാമറ എടുത്ത് ഇളകിയതാണ്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ചിട്ടോ ലൈക്കിനെ കുറിച്ചോ കമന്റിനെ കുറിച്ചോ വലിയ വേവലാതില്ല. അതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടമായില്ല അതിൻ്റെ അതേപോലെ തന്നെ അഭിപ്രായം ചെയ്താൽ, ഇഷ്ടമല്ലെങ്കിൽ അതേ അഭിപ്രായം ചെയ്താൽ. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് വരുന്ന ഡിസ്ലൈക്കുകളാണ്. കാരണം അപ്പോൾ എന്നെ തിരുത്താനും നമുക്ക് എത്രമാത്രം ഇനി പുതിയത് ചെയ്യാനുണ്ട് എന്നുള്ള ആലോചനകളൊക്കെ വരുന്നത് ഈ ഒരു ഡിസ്ലൈക്കിലൂടെയാണ്. അപ്പം അതൊക്കെ നമ്മളെ വിമർശനങ്ങൾ വളരെ എന്താ പറയുക വളരെ പോസിറ്റീവായി എടുക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിമർശനങ്ങളാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത്ര ആക്കിയതും. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ല സൂര്യൻ്റെ ലൈറ്റ് കണ്ണിനടിക്കുന്നതുകൊണ്ടാണ് കണ്ണിങ്ങനെ ഇടുങ്ങിയിരിക്കുന്നത്. കണ്ണു തുറക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. ആരും തെറ്റിദ്ധരിക്കണ്ട, നമ്മളത് ഒരു ടീമിൽപ്പെട്ട ആളുകളല്ല. അപ്പോൾ അത്രേ പറയാനുള്ളൂ. എന്തായാലും ബാക്കി നമ്മൾ രതീഷേട്ടൻ്റെ വാരി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും രതീഷേട്ടനെ മൈൻഡ് ചെയ്യുന്നില്ലടോ. അപ്പോൾ രതീഷേട്ടനെ നമുക്ക് കാണാം. ഓക്കെ. ഇങ്ങനെ നമ്മൾ ചിത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കാണും പറയാം അതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നല്ല കിടിലൻ ചിത്രമാണ്. അപ്പോൾ രതീഷേട്ടൻ എന്ന് പറയാനില്ല ഈ ഒരു അനുഭവത്തിനെ കുറിച്ചിട്ട്? ദുബായിൽ ആദ്യമായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ബിജുവിനെ പരിചയപ്പെടാനും ഇങ്ങനെ ഒരു അവസരവും ഒരുക്കി തന്ന ബിജുവിന് വളരെയധികം നന്ദിയുണ്ട്. വളരെ സന്തോഷമായി. ഒരു വ്യത്യസ്തമായ പുതുവത്സര അനുഭവമായിരുന്നു ഇത്. ഇനി ഇതുപോലെയുള്ള വർക്കുകൾ ഇന്നും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ദുബായിൽ വന്നിട്ട് രതീഷേട്ടന് അടിപൊളി അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. നമ്മൾ കിടിലൻ ഒരു ആംബിയൻസിലാണ് ഇന്നലെ നിന്നത്. രാവിലത്തെ മോർണിംഗ് എല്ലാം ഗംഭീരമായിരുന്നു.
അപ്പോൾ ഒരു പുതിയ വർഷം എന്നുള്ള നിലയിലേക്കുള്ള പ്രതീക്ഷകൾ ഇനി എന്തെല്ലാം നമുക്ക് നാളത്തെ ഈ 2021 നമുക്ക് കഴിഞ്ഞ ഒരു വർഷം എന്ന് പറഞ്ഞാൽ കൊറോണയിലായിട്ട് എല്ലാവരുടെയും ജീവിതം സ്തംഭിച്ച ഒരു അവസ്ഥയാണ്. അതെ, ഒരു ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ എൻ്റെ പെയിൻറ്റിംഗ് ആണ്. അത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റിയതിൽ ഒരു ഭാഗ്യമായി കരുതുന്നു. ഇത് ഈ വർഷം നന്നായിരിക്കുന്ന ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഏതായാലും ഇതുപോലെയുള്ള കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടതിലും എന്താ പറയുക, വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ രതീശേട്ടനെ കൊണ്ട് അടിപൊളി ചിത്രം വരപ്പിച്ചു. അപ്പോൾ കൂടെ ഞാനൊരു ചെറിയ ചിത്രം വരച്ചു. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു. അടിപൊളി ഒരു പുതിയ വർഷം നമ്മളെല്ലാവരും വളരെ ഹോപ്പോടുകൂടി തന്നെയാണ് കാണുന്നത്. നല്ല പ്രതീക്ഷയാണ് നാളത്തെ ഉള്ളതിൽ. അപ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഇന്നത്തെ ഈ ഒരു മോർണിംഗിനോടുകൂടി നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവട്ടെ. ഒരു നല്ല നാളെ 2021 എന്ന് പറഞ്ഞ വർഷം കൊറോണ അകന്ന് അല്ലെങ്കിൽ എല്ലാ രോഗങ്ങളും അകന്ന് നമുക്കെല്ലാം കഴിഞ്ഞു പോയ ഒരു വർഷത്തിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു നല്ല വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കുട്ടിലാസ് വ്ലോഗിൻ്റെ ഹാപ്പി ന്യൂ ഇയർ.